ശാന്തി. ഒരിക്കൽ ഒരു സന്യാസി എല്ലാ ആശ്രമങ്ങളിലും സഞ്ചരിക്കാനും എല്ലായിടത്തുനിന്നും സത്സംഗം കേട്ട് എല്ലാവരുടെയും സന്മനസ്സും സുഖവും അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഒരു ആശ്രമത്തിൽ വന്നപ്പോൾ അതൊരു ബുദ്ധ സന്യാസിമാരുടെ ആശ്രമമായിരുന്നു. 16 സന്യാസിമാർ ആ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ടായി. പക്ഷേ ഈ 16 ആളുടെ മനസ്സിലും ഞാൻ വലുതൊരു വിചാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കർമ്മണാസേവയോ ശുദ്ധീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. ആ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പരിതാപകരമായ സ്ഥിതി കണ്ട് ആ സന്യാസി വിചാരിക്കുകയാണ്, ഈ ആശ്രമത്തെ എന്തായാലും എനിക്ക് ഉദ്ധരിച്ചേ പറ്റൂ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവരും പറയും, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സന്യാസിമാരും ഒന്നിച്ചു വന്നപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ മുഖത്തായി നോക്കി ഈ 16 ആളെയും കഴിഞ്ഞ ശേഷം അപ്പുറത്ത് പോയി കുറച്ച് നേരം കണ്ണടച്ചെന്ന് തിരിച്ചു വന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ബുദ്ധനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമായി ആരാണ് ബുദ്ധൻ എന്നറിയാനുള്ളതായിട്ടുള്ള തിടുക്കം. ഈ സന്യാസി പറഞ്ഞു, ബുദ്ധൻ ആരാണെന്നുള്ള കാര്യം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കണം, നിങ്ങൾ ഒരാൾ ബുദ്ധനാണ് എന്ന്. അത് കഴിഞ്ഞ് സന്യാസി എല്ലാവരുടെയും യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് പറയാൻ തുടങ്ങി, നമ്മളിൽ ഒരാൾ ബുദ്ധനാണ് എന്നാണ് സന്യാസി പറഞ്ഞിട്ടുള്ളത്. ഞാനാണ് ആ ബുദ്ധനെന്ന് ആർക്കും തോന്നിയില്ല. എല്ലാവരും വിചാരിച്ചു, ഇവനായിരിക്കോ ബുദ്ധൻ, അതോ അവനായിരിക്കോ, ക്ലീനിങ് ഇവനല്ലേ കൂടുതൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവനായിരിക്കും വേണമെങ്കിൽ, കുക്കിംഗ് ഇവരല്ലേ ചെയ്യുന്നത്, ഇവനായിരിക്കാം വേണമെങ്കിൽ, ഇവരല്ലേ സത്സംഗം നടത്തുന്നത്, ഇവരായിരിക്കാം വേണമെങ്കിൽ. അങ്ങനെ ഈ 16 ആളും മറ്റുള്ളവരെ ബുദ്ധനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആര് ബുദ്ധൻ എന്നറിയില്ല. അതുകൊണ്ട് എല്ലാവരും അന്യോന്യം ആദരവോടെ റെസ്പെക്റ്റോടെ ബുദ്ധനോട് പെരുമാറുന്ന പോലെ എല്ലാ ശിഷ്യന്മാരും പെരുമാറിക്കൊണ്ടിരുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. സന്യാസി തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ആ ആശ്രമത്തിൽ വന്നു. അന്ന് ആശ്രമം വിട്ടു പോകുമ്പോൾ പുറത്തുള്ള ചെടികളിലെല്ലാം കരിഞ്ഞുണങ്ങിയ പോലെ പഴുത്ത ഇലകളും വൃത്തികേടും ഒക്കെയായി കിടന്നിരുന്നത്. അന്ന് കയറി വരുമ്പോൾ തന്നെ ആശ്രമം പൂർണ്ണമായിട്ട് പൂത്തുലഞ്ഞ മരങ്ങളും ചെടികളും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ ഐശ്വര്യവും കണ്ട് ആ സന്യാസി കണ്ണ് നിറഞ്ഞുപോയി സന്തോഷം കൊണ്ട്. അങ്ങനെ കയറി വന്നു. അദ്ദേഹത്തെ ആദരിച്ചിരുത്തി. എല്ലാവരും ആകാംക്ഷയിലാണ് ആരാണ് ബുദ്ധൻ എന്നറിയാൻ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ബുദ്ധനാണ്. ബുദ്ധൻ്റെ ശിഷ്യന്മാരെന്ന് വെച്ചാൽ അർത്ഥം ബുദ്ധൻ എന്താണോ അത് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ ബുദ്ധനായി മാനിച്ചതുകൊണ്ട് എല്ലാവരും അന്യോന്യം സർവീസ് കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് എത്ര പോസിറ്റീവ് എനർജിയാണെന്ന് വരുമ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഈ ആദരവ് തന്നെ നിൽക്കണമെന്ന്. സന്യാസിമാർ പറയും, ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ തെറ്റ്, ഒരിക്കലും ഞങ്ങൾ പരസ്പരം മത്സരിക്കില്ല, എല്ലാവരും ബുദ്ധനായി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ആദരിക്കുന്നതും മാനിക്കുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്നതുമാണ് എന്ന്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളൊരു കൂട്ടത്തിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആദരവ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അന്യോന്യം ആദരവും സ്നേഹവും ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനുള്ളതായിരിക്കുന്ന കണ്ണിയാണ് സ്നേഹം, അതിലുള്ള ഗ്രീസാണ് ആദരവ്. അതുകൊണ്ട് ഈ 2 മൂല്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് കുടുംബം ഉണ്ടാവും, കൂട്ടിനാളുണ്ടാവും, ലോകത്ത് നിങ്ങൾക്ക് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഈ 2 മൂല്യങ്ങളില്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ 2 മൂല്യങ്ങളെ, ആദരവും സ്നേഹവും എപ്പോഴും സ്വന്തമാക്കി വെക്കണം. നമ്മുടെ ദാദി പ്രകാശ്മണി ദാദി എപ്പോഴും പറയുമായിരുന്നു, ആദരവും സ്നേഹവും എന്ന 2 നിധി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഏത് ലോകത്ത് പോയാലും എനിക്ക് ജീവിക്കാമെന്ന്. അതുപോലെ തന്നെ ദാദിയുടെ സ്നേഹത്തിൻ്റെ ശക്തിയും അങ്ങനെയായിരുന്നു. സംഘടനയിൽ വളർത്താനുള്ള ശക്തിയും ദാദിയുടെ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഈ 2 മൂല്യങ്ങൾ സ്വന്തമാക്കണം. സ്നേഹം എന്ന കണ്ണി ചേർത്ത് ആദരവെന്ന ഗ്രീസ് ഇട്ടുകൊണ്ടാണെങ്കിൽ സംഘർഷങ്ങളില്ലാത്ത ശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധങ്ങളിലൂടെ ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.